നമസ്കാരം. ഹാരിസ് താഹയാണ്. ഏറെ സന്തോഷം പകരുന്ന ഒരു ദിവസമാണിന്ന്. എന്നെ കാണാൻ കുറച്ചു മുമ്പ് രണ്ടുപേർ വന്നിരുന്നു. നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഫ്രാഞ്ചൈസി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ വന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം കോവിഡ് സമയത്ത് നാട് മൊത്തവും സ്തംഭിച്ച് നിൽക്കുന്ന സമയത്ത് കലാകാരന്മാരെല്ലാവരും വളരെ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ, ഈ കലാമേഖല മൊത്തവും തകർന്നടിഞ്ഞ് നിൽക്കുമ്പോൾ എൻ്റെ ടീമിനെ പിടിച്ചു നിർത്താൻ ഒരു അതിജീവനത്തിന് വേണ്ടി ഞാൻ ആരംഭിച്ച ഒരു സ്റ്റാർട്ടപ്പാണ്, ഒരു സംരംഭമാണ് ഫുഡ് സ്പോട്ട് എന്നത്. അപ്പോൾ ഫുഡ് സ്പോട്ട് വളരെ കാര്യമായി മുമ്പോട്ട് പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഫുഡ് സ്പോട്ട് ക്ലോസ് ചെയ്യേണ്ടി വന്നത്. അവിടെ നിന്നുകൊണ്ട് 1 2 3 ഇപ്പം 4-മത്തതാണ്. കാരണം കോവിഡ് സമയത്ത് വളരെ വലിയ ബാധ്യത ആണ് എൻ്റെ തലയിലേക്ക് വന്നത്. അപ്പോൾ അതുമൂലം തന്നെ പലപ്പോഴും ഒരു കടയ്ക്ക് ഡെപ്പോസിറ്റ് കൊടുക്കുവാൻ പൈസ ഇല്ലാതെ നിന്ന സമയത്താണ് പലരുടെയും ചതിയിൽപ്പെട്ട് പല സ്ഥാപനങ്ങളും കയ്യിൽ നിന്ന് പൈസ മുടക്കി അല്ലെങ്കിൽ കടം വാങ്ങിച്ച് പണിത് കട സെറ്റായി ബിസിനസ് കയറി വരുമ്പം കട കയ്യിൽ നിന്ന് പോകുന്ന ഒരവസ്ഥയാണ്. പക്ഷേ 1 പോയാലും 2 പോയാലും 3 പോയാലും ഞാൻ തോൽക്കില്ല എന്നൊരു വിശ്വാസം, തോൽക്കാൻ പാടില്ല എന്നൊരു വിശ്വാസം മനസ്സിൽ ഉറച്ചു പോയത് കൊണ്ട് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. അതിൻ്റെ ഭാഗമായി തന്നെ ഇപ്പോൾ ഒരു പൊറോട്ട സ്പോട്ട് എന്ന പേരിൽ ഒരു മിഡ് നൈറ്റ് സ്ട്രീറ്റ് ഫുഡ് എന്ന ഹബ്ബ്, വെറൈറ്റി സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ് എന്നൊരു കൺസെപ്റ്റിലാണ് വർക്കല മൈതാനത്ത് സ്വയംവര സിൽക്സിൻ്റെ ഓപ്പോസിറ്റ് ജയ ഏജൻസിയുടെയും സൺ ജെൻസ് വെള്ളിൻ്റെയും മധ്യഭാഗത്തായി രാത്രി 6 മണി അല്ലെങ്കിൽ 7 മണിക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് 2 മണി വരെ ഒരു വെറൈറ്റി മിഡ് നൈറ്റ് സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ് എന്നൊരു കൺസെപ്റ്റിൽ നിൽക്കുന്നത്. ഒരുപാട് അലഞ്ഞു, ഒരുപാട് പരീക്ഷണങ്ങൾ ചെയ്തു, ഒരുപാട് തവണ പല ഡിഷും ഉണ്ടാക്കി പരാജയപ്പെട്ടു. എവിടെയാണ് പരാജയപ്പെട്ടത് എന്ന് കണ്ടെത്തി അത് തിരുത്താൻ ശ്രമിച്ചു. നിലവിൽ 30ഓളം വെറൈറ്റി പൊറോട്ടകളാണ് അവിടെ കൊടുക്കുന്നത്. കാരണം അഭിമാനത്തോടു കൂടി പറയട്ടെ, ഇപ്പോൾ 1.5 വർഷമാകുന്നു അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഒരു 98% ആളുകളും ഫുഡ് കഴിച്ച് നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. മനുഷ്യനാണ്, തെറ്റുകുറ്റങ്ങൾ സ്വാഭാവികമാണ്. ഉണ്ടായ തെറ്റുകളും കുറ്റങ്ങളും ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു തന്ന് തിരുത്തിയ ഒരുപാട് പേരുണ്ട്. എല്ലാവരോടും 1000 നന്ദി. ഞാൻ ഈ ഒരു ഇതിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഇന്ന് 50ഓളം വെറൈറ്റി പൊറോട്ടകൾ എനിക്കറിയാം, 100ഓളം വെറൈറ്റി പുട്ട് എനിക്കറിയാം, 100ഓളം വെറൈറ്റി ദോശ എനിക്കറിയാം, 100ൽ പരം വെറൈറ്റി കട്ടനുകൾ എനിക്കറിയാം. അപ്പോൾ ഓരോന്നോരോന്നായി ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഞങ്ങൾക്കുള്ള കൊച്ചു സൗകര്യമാണ്, ഒരു തട്ടുകട സെറ്റപ്പാണ്. ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ വേസ്റ്റ് ഇടുന്നതിന് വലിയൊരു പരാതി വന്നു. സമീപത്തെ CCTV പരിശോധിക്കാൻ ഞങ്ങൾ അവർ ആവശ്യപ്പെട്ടു. തുടങ്ങിയ അന്ന് മുതൽ ഇന്നലെ വരെയും ഞങ്ങൾ തൂത്ത് വൃത്തിയാക്കി, ഞങ്ങളുടെ ഒരു നുള്ള് വേസ്റ്റ് പോലും അവിടെ ഇടാതെ ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു വന്ന സമയം, ആ സമയം മുതൽ ഈ സമയം വരെയും ഞങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് കിട്ടിയ സപ്പോർട്ട് വളരെ വലുതാണ്. ഇപ്പോൾ ഇന്ന് വന്ന ടീം, ശരിക്കും 2-മത്തെ ടീമാണ് എൻ്റെ അടുത്ത് ഈ ആവശ്യമായി ബന്ധപ്പെട്ട് വരുന്നത്. ഒരു 3 ദിവസം മുമ്പ് ടീം വന്നിരുന്നു. അപ്പം എൻ്റെ ഇപ്പോഴും എൻ്റെ സംസാരം ക്ലിയർ ആവുന്നില്ല. കാരണം എൻ്റെ ഈ സൈഡ് നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടാൽ മനസ്സിലാവുമെന്ന് തോന്നുന്നു. 2 പല്ല് ചേർത്ത് പ്രശ്നമായി, റൂട്ട് കനാലൊക്കെ ചെയ്ത് എന്നിട്ടും തീർന്നില്ല. ബാക്കി പണി പിന്നത്തേക്ക് വെച്ചേക്കുകയാണ്. അപ്പോൾ അവരെ ഞാൻ പറഞ്ഞു വിട്ടു. ഇന്ന് അടുത്ത ടീം വന്നു. ഒരു വീഡിയോയിൽ കണ്ടത് ഒരു സംരംഭം തുടങ്ങി അതിനെ ബ്രാൻഡാക്കുക എന്നുള്ളതാണ്. അതെ, ഒരു സംരംഭത്തിനെ ബ്രാൻഡാക്കുവാൻ ഒരു ചെറിയ രീതിയിലെങ്കിലും കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷമാണ്. എൻ്റെ പ്രിയ സുഹൃത്ത്, കേരളത്തിൽ അറിയപ്പെടുന്ന മെൻ്റലിസ്റ്റായ ഫാസിൽ ബഷീർ, ഫാസിലിനോട് പറഞ്ഞത് ഇതും കൊണ്ട് എറണാകുളത്തേക്ക് വരൂ എന്നാണ്. തിരുവനന്തപുരത്ത് വരാൻ വേണ്ടി വിളിക്കുന്ന സുഹൃത്തുക്കളുണ്ട്, കണ്ണൂരേക്ക് വിളിക്കുന്ന സുഹൃത്തുക്കളുണ്ട്. ഞങ്ങളെല്ലാം ചെയ്തു തരാം, വന്നാൽ മതി എന്നാണ് പറയുന്നത്. ഇത്രയും കഷ്ടപ്പെട്ട്, കാരണം ഞാൻ ഈ ഒരു ലെവലിലേക്ക് കുറച്ചെങ്കിലും എത്താൻ ഞാൻ എടുത്തിട്ടുള്ളൊരു സ്ട്രഗിളുണ്ട്. പലപ്പോഴും വിറ്റുപോകാത്ത സാധനം, ആദ്യ കാലങ്ങളിൽ വിറ്റുപോകാത്ത സാധനം, വർക്കല മുതൽ ആലങ്കോട് വരെ റോഡ് സൈഡിൽ കിടന്നുറങ്ങിയ ആളുകളെ രാത്രി വിളിച്ചുണർത്തി ഭക്ഷണം കഴിക്കാത്ത ആളുകൾക്ക് ഭക്ഷണം കൊടുത്ത്
ദോശയായാലും പൊറോട്ടയായാലും ചിക്കൻ കറിയായാലും ബീഫ് കറി ആയാലും ഫ്രൈ ആയാലും അതും ഒരു കുപ്പി വെള്ളവുമായി അവർക്ക് കൊണ്ട് കൊടുത്ത് തിരിച്ചു വന്ന് കരഞ്ഞിരുന്ന ദിവസങ്ങളിൽ നിന്ന് ഇന്ന് അത്യാവശ്യം ആളുകൾ തിരക്കി വരുന്ന ഒരു സ്ഥാപനമായി ഞങ്ങൾക്ക് മാറാൻ സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് തന്നെയാണ് അതിന് കാരണം എന്ന് പറയുന്നത്. നിങ്ങളോടുള്ള നന്ദി പറയട്ടെ. കാരണം പൊറോട്ട സ്പോട്ട് ഒരു ബ്രാൻഡായി മാറുന്നു എന്നുള്ള സന്തോഷമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വന്ന ആളുകൾ പറഞ്ഞത് പൊറോട്ട സ്പോട്ടിൻ്റെ ഫ്രാഞ്ചൈസി വേണം എന്നാണ്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഈ ഒക്ടോബർ മാസം തന്നെ കുറേ കൂടി മാറ്റങ്ങൾ, കുറേ കൂടി ഐറ്റംസ് ഞങ്ങൾ ആഡ് ചെയ്യുകയാണ്. വെറൈറ്റി ഐറ്റംസ്, നമ്മുടെ നാട്ടിൽ കിട്ടാത്ത വെറൈറ്റി ഫുഡ് ഐറ്റംസ്, പല നാടുകളിലും പോയി കഴിച്ചിട്ടുള്ള ഐറ്റംസ്, പിന്നെ ചില ഐഡിയയിൽ സ്വന്തമായി തോന്നിയിട്ടുള്ള ഐറ്റംസ്, അങ്ങനെയുള്ള ഓരോ ഐറ്റംസും ആഡ് ചെയ്ത് നമ്മുടെ നാട്ടുകാർക്ക് മാന്യമായ വിലയിൽ നല്ല ഭക്ഷണം കൊടുക്കണം എന്നുള്ള ഒരു ചിന്തയിൽ തുടങ്ങിയതാണ്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. യാതൊരുവിധ പ്രിസർവേറ്റീവ്സോ കെമിക്കലുകളോ കൂടാതെ നല്ല ഭക്ഷണം ഇനിയും നിങ്ങൾക്ക് തരാൻ ഞങ്ങൾ എന്നും ഉണ്ടാകും. എല്ലാവർക്കും ഈ അവസരത്തിൽ ഒരുപാട് നന്ദി പറയുകയാണ്. കാരണം ഏറ്റവും കൂടുതൽ നന്ദി പറഞ്ഞത് കളിയാക്കിയവർക്കാണ്. കളിയാക്കിയവരോട് നിന്നെക്കൊണ്ട് പറ്റത്തില്ല, നിനക്ക് വരെ പണിയില്ലേ, നല്ലൊരു പണി സ്കൂളിൽ ഉണ്ടായിരുന്നവനാണ്, അത് കളഞ്ഞിട്ട് തട്ടുകട നടത്തുന്നു, നട്ടപ്പാരയ്ക്ക് റോഡിൽ നിന്ന് പൊറോട്ട ഉണ്ടാക്കുന്നു, കറി ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയവരുണ്ട്. സ്നേഹത്തിൽ നല്ലതുപോലെ സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നവനല്ലേ, കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നവനല്ലേ, നീ എന്തിനു ഇത് ചെയ്യുന്നു, നാണക്കേടാകുന്നില്ലേ എന്ന് ചോദിച്ചവരോട്, നിനക്ക് പറ്റും, നീ ഇനിയും നിനക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്തവരോട് എല്ലാവരോടും 1000 നന്ദി പറയുന്നു. രാത്രി ഒരു സ്ട്രീറ്റ് ഫുഡ് ഹബ്ബാക്കി നമ്മുടെ മൈതാനത്തെ മാറ്റുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. എല്ലാവരോടും 1000 നന്ദി. താങ്ക് യു.